ചതുപ്പിൽ താഴ്ന്ന ആർട്ട് ഡയറക്ടർക്ക് പുതുജന്മം. എറണാകുളം എളങ്കുന്ന പുഴയിൽ സിനിമാ ചിത്രീകരണത്തിന് ലൊക്കേഷൻ നോക്കാൻ പോയ ആർട്ട് ഡയറക്ടർ നിമോഷാണ്. അതെ, റോപ്പ് ഒറ്റ റോപ്പില്ല വണ്ടിയിലൊന്നും. വൈപ്പിൻ ഫയർ സ്റ്റേഷനിലെ ഓഫീസർമാരാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത്. സാറേ, രാവിലെ വൈകിട്ട് ഒരു കോള് വരുമായിരുന്നു, അങ്ങനെ ഒരാൾ താഴ്ന്നൊരു വിളി വരുമായിരുന്നല്ലേ, പിന്നെ എങ്ങനെയായിരുന്നു അവിടെ? ഇന്നലെ വൈകിട്ട് 4:08 കൂടിയാണ് നമ്മുടെ ഫയർ സ്റ്റേഷനിലേക്ക് ഒരു കോള് വരുന്നത്. വളരെ പെട്ടെന്ന് തന്നെയാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാണുന്ന ഒരു അവസ്ഥ, ചതുപ്പിൽ ഒരാൾ താഴ്ന്ന് ഏകദേശം കാലിൻ്റെ മുട്ടിന് മുകളിലേക്ക് താഴ്ന്ന ഒരവസ്ഥയിലായിരുന്നു. ഭാഗ്യവശാൽ അദ്ദേഹം കൂടുതലായിട്ട് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകൾ ഫ്രീ ആയിരുന്നു. അപ്പോൾ പലപ്പോഴും ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം, കൈകൾ ഉപയോഗിച്ച് കൂടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ മുഖം ഉൾപ്പെടെ ചെളിയിൽ താഴ്ന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ വളരെ നിർണായകമായത് ആ സമയത്ത് ഒരാൾ കാണാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് കാണുകയും ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ആക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ചതുപ്പ് നിറഞ്ഞ പ്രദേശം നമുക്ക് കാണുമ്പോൾ വളരെ നല്ലൊരു തുറന്ന മൈതാനം പോലെയാണ് നമുക്ക് കാണുക. പക്ഷേ അതിലേക്ക് മുകളിൽ ഭാഗം മാത്രമായിരിക്കുള്ളൂ പലപ്പോഴും അത് ഉണങ്ങിയതായിട്ടുണ്ടാവുക. അദ്ദേഹം അങ്ങനെയാണ് അപകടത്തിൽ പെട്ടത്. ഞങ്ങളവിടെ എത്തിച്ചേരാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ പലകകൾ ഉപയോഗിച്ച് നിരത്തിയിട്ട് അങ്ങനെ ആ ഭാഗത്തേക്ക് എത്തിയിട്ട് സുരക്ഷിതമായിട്ട് നിന്നിട്ട് റോപ്പ് ഉപയോഗിച്ചാണ് ഞങ്ങൾ രക്ഷപ്പെടുത്തിയത്. വന്നയാൾ ഒറ്റയ്ക്കായിരുന്നു വന്നതും, മറ്റുള്ള ഇല്ലെങ്കിൽ അവിടെ വേറെ അങ്ങനെ ആൾക്കൊരു കൂട്ടമായിട്ടല്ലല്ലോ വന്നത്, ഒറ്റയ്ക്ക് തന്നെയായിരുന്നല്ലേ? അല്ല, അദ്ദേഹം ദിലീപ് നായകനാകുന്ന ഒരു സിനിമയുടെ ഒരു ആർട്ട് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഡ്രൈവർ ഉണ്ടായിരുന്നു. പക്ഷെ ഡ്രൈവറല്ല, കൂടെ അവിടെ അടുത്തുണ്ടായിരുന്ന ഇത് കണ്ടുവന്ന ഒരാളാണ് ഞങ്ങൾ വിളിച്ച സന്ദേശം ഞങ്ങൾക്ക് ഫയർ സ്റ്റേഷനിലേക്ക് എത്തിച്ചു തന്നത്. ഏതായാലും വലിയ ഒരു അപകടത്തിൽ നിന്ന് ഒരു ആളെ രക്ഷപ്പെടുത്തിയതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇപ്പോൾ വൈപ്പിൻ ഫയർ സ്റ്റേഷനിലെ അംഗങ്ങൾ. അവർക്ക് വൈകിട്ടൊരു വിളി വരുന്നു, ഒരു നിമിഷവും പാഴാക്കാതെ തന്നെ അവിടേക്ക് സ്ഥലത്തെത്തി ഉചിതമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തി അയാളെ രക്ഷപ്പെടുത്തുന്നു. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.